സ്വാഭാവികമായും ഞങ്ങൾ കേരളത്തിലെ പ്രബലമായ ശക്തിയായി മാറും. മാത്രമല്ല, ഞങ്ങൾക്കിപ്പോൾ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യ എതിരാളി ഒന്ന് കോൺഗ്രസ് ആണ്, CPM. രണ്ടും ഇന്ന് നിലനിൽപ്പിൽ പ്രതിസന്ധി നേരിടുകയാണ്. അവർ നിലനിൽപ്പ് ഇന്ന് ആപൽഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് രണ്ട് കോൺഗ്രസ് ആയാലും CPM ആയാലും അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലൊരു കോൺഗ്രസും ഇപ്പോൾ കാണുന്ന പോലൊരു CPM-ഉം ഭാവിയിൽ കേരളത്തിലുണ്ടാകുമോ എന്ന് സംശയമാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് ഈ കേരളം വഴിയൊരുങ്ങുകയാണ്, അതിനവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ രീതിയിലുള്ള സംഘടനാപരമായ നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെമ്പർഷിപ്പ് കഴിഞ്ഞു, അതിനുശേഷം ബൂത്ത്, മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തു. ഇപ്പം 30 സംഘടനാ ജില്ലകളിൽ 27 ജില്ലാ പ്രസിഡന്റുമാർ ഇന്ന് സ്ഥാനത്തേക്ക് അവർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചൊരു പ്രശ്നവുമില്ല. ഇനി എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശക്തമായ നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ആരും മാധ്യമ സുഹൃത്തുക്കളൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഭാരതീയ ജനതാ പാർട്ടി കൈക്കൊള്ളും. ഇപ്പം ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ചല്ലോ, ഇതുപോലെ ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കും, അഖിലേന്ത്യാ പ്രസിഡന്റ് നിശ്ചയിക്കും. അങ്ങനെയുള്ള ഏക ജനാധിപത്യ സംഘടന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് കുടുംബാധിപത്യ പാർട്ടിയൊന്നുമല്ല, ഇത് ജനാധിപത്യ രീതിയിലാണ് അതിൻ്റെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത്. ഈ പാലക്കാട് വിഷയം തന്നെ ആ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ 9 കൗൺസിലർമാരുമായിട്ടൊക്കെ ഈ സന്ദീപ് വാര്യർ ചർച്ച നടത്തി. അപ്പോൾ അവിടെ ഒരു നീക്കത്തിനൊരു ശ്രമം നടന്നു, അത് നടക്കാതെ പോയി. ഇനിയും ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ്. അല്ല, ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം കഴിഞ്ഞെന്ന്. പിന്നെ അതിനെ ചോദിക്കുന്നത് ഇനിയും എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ BJP-ക്കകത്ത് ഒരു വിഷയവുമില്ല. ഇനി എവിടെയും വിഷയമുണ്ടെങ്കിൽ തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിവുള്ള നേതൃത്വമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ വിജയിക്കാനുള്ള ശ്രമങ്ങളാണ്, ആസൂത്രണങ്ങളാണ് ഞങ്ങൾ സംഘടനാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഞങ്ങൾ കേരളത്തിലെ പ്രബലമായ ശക്തിയായി മാറും. മാത്രമല്ല, ഞങ്ങൾക്കിപ്പോൾ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യ എതിരാളി ഒന്ന് കോൺഗ്രസ് ആണ്, CPM. രണ്ടും ഇന്ന് നിലനിൽപ്പിൽ പ്രതിസന്ധി നേരിടുകയാണ്. അവർ നിലനിൽപ്പ് ഇന്ന് ആപൽഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് രണ്ട് കോൺഗ്രസ് ആയാലും CPM ആയാലും അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലൊരു കോൺഗ്രസും ഇപ്പോൾ കാണുന്ന പോലൊരു CPM-ഉം ഭാവിയിൽ കേരളത്തിലുണ്ടാകുമോ എന്ന് സംശയമാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് ഈ കേരളം വഴിയൊരുങ്ങുകയാണ്, അതിനവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ ഈ കഴിഞ്ഞ, അതായത് കോൺഗ്രസിലേക്ക് വരുന്നത് വരെ BJP-യുടെ ഈ ചർച്ചകളിലെ ഒരു നിറഞ്ഞുന്ന മുഖമായിരുന്നു സന്ദീപ് വാര്യർ. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ വക്താവായിരിക്കുന്നു. അപ്പോൾ ചർച്ചകളിലേക്ക് വീണ്ടും വരികയാണ് കോൺഗ്രസിന് വേണ്ടി സന്ദീപ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എത്രയോ വക്താക്കൾ, ഞങ്ങൾക്ക് 100 കണക്കിന് വക്താക്കൾ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. സന്ദീപ് വാര്യറുള്ള ചർച്ചകളിലേക്ക് BJP ആളുകളെ അയക്കുമോ? സന്ദീപ് വാര്യർ അല്ല, അതൊക്കെ സംഘടനാപരമായ തീരുമാനങ്ങളാണ്. ഞങ്ങൾ ആ സമയം ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാര പ്രശ്നമാണ്.